100 തരം ഫയലുകളുമായി പരലോകത്ത് ഹാജരായാലും ഒരു തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയും മറ്റേ തട്ടിൽ ഈ കർമ്മങ്ങളും തൂക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏകദൈവ വിശ്വാസത്തിന്റെ തട്ട് മുകളിൽ നിൽക്കുന്നു. അങ്ങനെ പടച്ചവൻ അവന് പുറത്തു കൊടുക്കാൻ കാരണമാകുന്നു. അതിനാൽ ജനങ്ങളെ, ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനെ മാത്രം ആരാധിക്കുവാൻ, അവനോട് മാത്രം ദുആയിരക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഈ ശബ്ദം അകത്തുനിന്നും പുറത്തുനിന്നും കേൾക്കുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിലൂടെ മീഡിയകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഇത് ലോകത്തിന് നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഏറ്റവും വലിയ സഹായമാണ്, ഏറ്റവും വലിയ സേവനമാണിത്. ലളിതസുന്ദരമായ മധുരമനോഹരമായ ആദർശമാണ് ഏകദൈവ ആരാധന. പടച്ചവനോട് പ്രാർത്ഥിക്കുവാൻ ഒന്നിൻ്റെയും ചെലവില്ല. ഉള്ളവർക്കും ഇല്ലാത്തവർക്കും, പണക്കാർക്കും പണിക്കാർക്കും പട്ടിണിക്കാർക്കും, ഏത് ഭാഷ സംസാരിക്കുന്നവർക്കും അത് സാധിക്കും. ശ്രീരാമന് മലയാളം അറിയില്ല, മൊഹിദ്ദീൻ ശേഖിന് മലയാളം അറിയില്ല, അറിയോ? ഇല്ല. യേശു ക്രിസ്തുവിന് മലയാളം അറിയില്ല. എല്ലാം അറിയുന്നവൻ പടച്ചവൻ മാത്രമാണ്. എല്ലാ കാലത്തുമുള്ളവൻ അവൻ മാത്രമാണ്. എല്ലാം കേൾക്കുന്നവൻ അവൻ മാത്രമാണ്. അതുകൊണ്ട് അവനെ ആരാധിക്കണം. എങ്ങനെ ആരാധിക്കണം? 7-ാമത്തെ അധ്യായം സൂറത്ത് അഅ്റാഫിൽ 55-56 വചനങ്ങളിൽ പറയുന്നു, തദർറുഅൻ വഖുഫിയത്തൻ, വിനയത്തോടെ രഹസ്യമായി. അല്ലാഹ് എന്നല്ല, അല്ലാഹ് അല്ലാഹ് എന്ന് ഉറക്കെ പറയില്ല. പല പള്ളികളിലും പല കേന്ദ്രങ്ങളിലും പല യാചകന്മാരുടെ നാവുകളിലുമൊക്കെ ആ ഒച്ചയിട്ട വാക്കുകളുണ്ട്. അത് വേണ്ട. എല്ലാം കേൾക്കുന്നവനാണവൻ, ഏറ്റവും അടുത്തുള്ളവനാണ്. ഇന്നീ ഖരീബ്, ഇന്നീ ഖരീബ് 2:186 പറഞ്ഞു, ഞാൻ അടുത്തവനാണ്, ഞാനാണ് അടുത്തവൻ. അല്ലേ? 50:16 കാഫിൽ പറഞ്ഞു, നഹ്നു അഖ്റബ്, നമ്മളാണ് ഏറ്റവും അടുത്തവൻ. ഇലൈഹി, മനുഷ്യനോട്, മിൻ ഹബ്ലിൽ വരീദ്, ജീവനാടിയേക്കാളേറെ. നമുക്കും നമ്മുടെ ജീവനാടിക്കും ഇടയിൽ മൊഹിദ്ദീൻ ശേഖനെയോ ശ്രീരാമനെയോ യേശുക്രിസ്തുവിനെയോ ആരെയും തിരികെ വെക്കാനുള്ള ഗ്യാപ്പില്ല. പിന്നെന്തിന് അല്ലാഹു അല്ലാത്തവരോട് ആരാധന നടത്തണം? വേണ്ട. അതുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കണം, ഖൗഫൻ വതമഅ, താല്പര്യത്തോടുകൂടി, എന്നാൽ നരകത്തെക്കുറ്റിയുള്ള ഭയത്തോടുകൂടി. അലസമായല്ല, അശ്രദ്ധമായല്ല, കൊട്ടുവായിട്ട് കൊണ്ടല്ല, വേറെന്തെങ്കിലും പണിയെടുക്കുമ്പോഴല്ല, മൊബൈലിൽ സംസാരിക്കുമ്പോഴല്ല, പുസ്തകം വായിക്കുമ്പോഴല്ല, പുറത്തേക്ക് നോക്കി കാഴ്ചകൾ കാണുമ്പോഴല്ല, പിന്നെയോ ഏകാഗ്രമായി. അതുകൊണ്ട് പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കണം. പടച്ചവനോട് പ്രാർത്ഥിക്കുവാനാണ് മതങ്ങൾ പഠിപ്പിച്ചത്. ദൈവം ഏകനാകുന്നു, മതങ്ങളെല്ലാം പഠിപ്പിച്ചു. ശ്രീരാമനെ ആരാധിക്കുവാൻ, ശ്രീകൃഷ്ണനെ ആരാധിക്കുവാൻ അവർ പറഞ്ഞിട്ടുണ്ടോ? ശബരിമല ശാസ്താവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ എന്നെ ആരാധിക്കണം എന്ന്? ഇല്ല. പിന്നെയോ ബൈബിൾ പഠിപ്പിച്ചത് ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല, ഒരു പാറയും ഇല്ല. ഏറ്റവും മഹിതമായ ഉപദേശം നൽകിയത്, യേശു നൽകിയത്, ഇസ്രയേലെ കേൾക്കാം. ആരെയാണ് ആരാധിക്കാൻ പറഞ്ഞത്? പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കണം? യഹോവയെ ആരാധിക്കണം. അല്ലേ? അറബി ഭാഷയിൽ ബിംബമില്ലാത്ത, ജാറമില്ലാത്ത, ചിത്രമില്ലാത്ത, പുണ്യമരമോ പുണ്യമൃഗമോ പുണ്യപുഷ്പമോ അല്ലാത്ത പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് പറയുന്ന പേര് അല്ലാഹ്. അറബി ബൈബിളിൽ ദൈവത്തിന്റെ പേര് അല്ലാഹ്. ഹൈന്ദവ സഹോദരങ്ങൾ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന അറബിയിലെ ഗ്രന്ഥങ്ങളിൽ പേരെന്താ? അല്ലാഹ്. അതുകൊണ്ട് ആ പടച്ചവനെ ആരാധിക്കണം. ഇതാണ് മതങ്ങളിൽ പഠിപ്പിച്ചത്, ഇതാണ് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചത്, ഇതാണ് ദൈവിക ഗ്രന്ഥമായ വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ ലേറ്റസ്റ്റ് ന്യൂസായ ലാസ്റ്റ് ടെസ്റ്റമെന്റായ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇതാണ് സത്യം. ഈ സത്യത്തിലേക്ക് കടന്നു വരണം. ലളിതസുന്ദരമാണ്, മധുരമനോഹരമാണ്. കോടികളുടെ ചെലവില്ല, പടക്കം പൊട്ടിക്കണ്ട, ആനയും അമ്പാരിയും ചെണ്ടയും കൊട്ടും വേണ്ട, നേർച്ചയും പൂരവും മഹോത്സവവും പള്ളിപ്പെരുന്നാളും യാഗങ്ങളും ഹോമങ്ങളും ആവശ്യമില്ല. എന്തുകൊണ്ട് പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കണം? അല്ലാത്തവർ ഒന്നും കേൾക്കുകയില്ല. പ്രാർത്ഥന കേൾക്കുവാൻ കഴിവുള്ളവൻ പടച്ചവൻ മാത്രമാണ്. കാരണം മനസ്സറിയുന്നത് പടച്ചവൻ മാത്രമാണ്. മുഹമ്മദ് നബി ലോകത്തോട് പറഞ്ഞു, വല്ലാഹു യതവല്ല സറായിർ, രഹസ്യമറിയുന്നവൻ പടച്ചവൻ മാത്രമാണ്. മനസ്സിലുള്ളത് അറിയുന്നവൻ പടച്ചോൻ മാത്രമാണ്. നമ്മുടെ മനസ്സിലെ വികാര വിചാരങ്ങൾ അറിയുവാൻ പടച്ചോന് മാത്രമേ സാധിക്കൂ. അത് മൊഹിദ്ദീൻ ശേഖിന് കഴിയില്ല, യേശുവിന് കഴിയില്ല, ശ്രീരാമന് കഴിയില്ല, ആർക്കും കഴിയില്ല. അതുകൊണ്ട് ആ പടച്ചവനോട് പ്രാർത്ഥിക്കണം. അവൻ മാത്രമേ കേൾക്കുകയുള്ളൂ, അവൻ മാത്രമേ കേൾക്കുകയുള്ളൂ. 35:14 അല്ലാഹു പറഞ്ഞു, ഇൻതദഊഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവൻ കേൾക്കുകയില്ല. 2, ഉത്തരം ചെയ്യില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, അതേ ആയത്ത്. 3, അതേ ആയത്ത് 35:14 തന്നെ. അന്ത്യനാളിൽ ഈ കൂടിയ എല്ലാവരും ആരോടൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനകളിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള സകല പ്രാർത്ഥനയും
ആ മഹത്തുക്കൾ നിഷേധിക്കും. ശ്രീരാമൻ പറയും, യേശു പറയും, ശ്രീകൃഷ്ണൻ പറയും, ശബരിമല ശാസ്താവ് പറയും, അജ്മീറിലെ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി പറയും, ഏറവാടി സുൽത്താൻ ബാദുഷാ ഇബ്രാഹിം പറയും, നാഗൂറിലെ സാഹുൽ ഹമീദ് ആണ്ടവർ പറയും, കാഞ്ഞിരമറ്റം പരീദൗലിയ, വനമ്പത്തെ ഭീമാപള്ളിയിലെ ബീവി, കൊല്ലത്തെ മയ്യത്തുങ്കര ശുഹദാക്കള്, കൊച്ചിയിലെ ശേഖ്, കണ്ണൂർ അരട്ടക്കപ്പള്ളിയിലെ ശേഖ്, പാപ്പിനിശ്ശേരി മൂന്നുപെറ്റുമാ ബീവി, രാമന്തലി ശുഹദാക്കന്മാർ, ഉള്ളാളം സയ്യിദ് മദനി, മംഗലാപുരം ശേഖ സാഹിബ ബീവി, അമ്പംകുന്ന് വീരാന വലിയപ്പാപ്പ, വേങ്ങര കോയപ്പാപ്പ, പെരുങ്ങത്തൂർ അന്തൂർപ്പാപ്പ, എല്ലാവരും പറയും ഞങ്ങളറിയില്ല, ഞങ്ങളറിയില്ല എന്ന്. ഉപരിലോകത്ത് ജീവിച്ചിരിക്കുന്ന ഈസാ നബി യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തു കൈമലർത്തും. കോടാനക്കോടി ജനങ്ങൾ കർത്താവേ എന്ന് യേശുവെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, സത്യമാണ്. പക്ഷേ ഉപരിലോകത്ത് ജീവിച്ചിരിക്കുന്ന യേശു ക്രിസ്തു പറയും ഞാനറിയില്ല. കാരണം പ്രാർത്ഥന കേൾക്കാൻ കഴിവ് പടച്ചവന് മാത്രമേ ഉള്ളൂ, അതേ ഉള്ളൂ. അതുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിക്കണം, ഉത്തരം ചെയ്യാൻ അവന് മാത്രമേ സാധിക്കൂ. എന്താ പടച്ചവനല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ? കൊലപാതകം പോലെയാണോ? മോഷണം പോലെയാണോ? പണമായി, പണ്ടമായി, പറമ്പായി, അറയായി, വിസയായി, ജോലി വാഗ്ദാനമായി സ്ത്രീധനം വാങ്ങുക എന്ന വൃത്തികെട്ട ശപിക്കപ്പെട്ട പൈശാചിക പ്രവർത്തനം പോലെയാണോ? മൊയ്തീൻ ഷേഖയെ കാക്കണേന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എന്ത് സംഭവിക്കാനാണ്? പടച്ചവൻ പറയുന്നു 4:48, 4:116 ലാ യഗ്ഫിറു, പടച്ചവൻ പൊറുക്കൂല. കരാർ ലംഘനമല്ലേ അത്? ഏതാ കരാറ്? കാലൂബലയുടെ കാലത്ത്. ഏതാ സൂറത്ത്? അറാഫിലെ 172 ആയത്തിൽ എന്താ പറഞ്ഞത്? അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്? കാലൂബല. ആ കരാറിന്റെ ലംഘനമാണ്. അതുകൊണ്ട് പടച്ചവനത് പൊറുക്കൂല. തെറ്റുകുറ്റങ്ങളെമ്പാടും വന്നിട്ട് ഒരു പ്രവാചകൻ വന്നില്ല. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി വദ്ദയെ കാക്കണേ, സുവായെ രക്ഷിക്കണേ, യഹൂസെ സഹായിക്കണേ, നസ്രേ എന്റെ രോഗം മാറ്റണേ എന്ന പ്രാർത്ഥന വന്നപ്പോൾ അതാ വരുന്നു പടച്ചവന്റെ പ്രവാചകൻ, പടച്ചവന്റെ കലാമുമായി, അവന്റെ വചനമായി നോഹാ പ്രവാചകൻ. 950 കൊല്ലം. എന്തേ? ശിർക്ക്, പടച്ചവനിൽ പങ്കുചേർക്കുന്ന പ്രാർത്ഥന. അതുകൊണ്ട് ഗൗരവമുള്ള കാര്യമാണ്. ഒരിക്കലും പടച്ചവനല്ലാത്തവരുള്ള പ്രാർത്ഥന മനസ്സിൽ പോലും വരരുത്, നമ്മുടെ കുടുംബങ്ങളിൽ വരരുത്, നമ്മുടെ നാട്ടിൽ ആർക്കും വരരുത്. അതുകൊണ്ട് 1.25 ലക്ഷം പ്രവാചകന്മാർ ആവർത്തിച്ച് പറഞ്ഞു. സൂറത്തുൽ അംബിയായിലെ 21 ആയത്ത് എല്ലാ പ്രവാചകന്മാരും ഈ ആശയം അടിസ്ഥാനപരമായി പഠിപ്പിച്ചു. അതുകൊണ്ട് പടച്ചോൻ പൊറുക്കൂല. 5-ാമത്തെ അധ്യായത്തിലെ 72 ആയത്ത് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, മഇദ, സ്വർഗം നിഷിദ്ധമാണ്. പറഞ്ഞല്ലോ, കോടി കണക്കിന് തെറ്റുകൾ സംഭവിച്ചു പോയാലും ശരി, പടച്ചവനിൽ പങ്കുചേർത്തിട്ടില്ല എങ്കിൽ, പടച്ചവനോട് മാത്രം പ്രാർത്ഥിച്ചുവെങ്കിൽ, ആരാധിച്ചുവെങ്കിൽ, ദുആയിരുന്നുവെങ്കിൽ, ഇസ്തിഗാസ ചെയ്തുവെങ്കിൽ, എത്ര കാലം നരകത്തിൽ പോയാലും ശരി, ഒരു ദിവസം ആ ആൾ സ്വർഗത്തിലെത്തും. ജീവന്റെ ജലത്തിൽ മുക്കി സ്വർഗത്തിലേക്ക് മാറ്റും. ജഹന്നമിയൂൻ എന്നാണ് അവരുടെ പേര്. പക്ഷേ ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും നമുക്ക് നരകം സഹിക്കാൻ കഴിയില്ല. നമ്മൾ കേട്ടതാണ്. പക്ഷേ തെറ്റുകുറ്റങ്ങളുടെ അവസ്ഥയനുസരിച്ച് പടച്ചവന്റെ നിശ്ചയിച്ച കാലാവധി വരെ നരകത്തിൽ കഴിഞ്ഞാലും ഭൂമി നിറയെ പാപം ചെയ്തവനും അള്ളാഹു പറഞ്ഞു, റസൂലുള്ള പഠിപ്പിക്കുകയാണ്, ലൗ അതൈതനി, നീ എൻ്റെ അടുക്കൽ വന്നാൽ, ലാ തുശ്രികു ബി ശൈഅ, ശിർക്ക് ചെയ്യാത്ത നിലയിൽ വന്നാൽ, ല അതൈതുക ബിമിസ്ലിഹി മഗ്ഫിറ, ഭൂമി നിറയെ പാപമോചനവുമായി ഞാൻ നിന്റെ അടുക്കൽ വരും. നോക്കൂ, ഇത് യേശുവിന്റെ പടച്ചവൻ പറഞ്ഞതാണ്, യേശു പറഞ്ഞതല്ല. ശ്രീരാമന്റെ പടച്ചവൻ പറഞ്ഞതാണ്, മുഹമ്മദ് നബിയുടെ പടച്ചവൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ ആശ്വാസത്തിന്റെ തെളിനീര് നമ്മുടെ കൂട്ടുകുടുംബാദികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ വിശ്വാസം ഇല്ല എങ്കിൽ, വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പോലെ തല മുഴുവൻ തടവി നിസ്കരിച്ച ഒതുവെടുത്താലും, നെഞ്ഞത്ത് കൈവച്ച് നിസ്കരിച്ചാലും, സക്കാത്ത് ശരിക്കു കൊടുത്താലും, നോമ്പ് നോറ്റാലും, ഹജ്ജ് ചെയ്താലും ശരി, വേറെ ഒരു പാപവും ചെയ്തിട്ടില്ല, മൊയ്തീൻ ഷേഖയെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചു പോയി, ശ്രീരാമ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പോയി, കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചു പോയി എങ്കിൽ സ്വർഗത്തിൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും
പ്രവേശിക്കുക സാധ്യമല്ല. പടച്ചവനെ നീ ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകണേ. അതുകൊണ്ട് പടച്ചവനെ മാത്രം ആരാധിക്കണം. ആറാമതായി സകലമാന സൽക്കർമ്മങ്ങളും പൊളിയും. 39-65 സൂറത്ത് സുമർ. ലയഹ്ബതന്ന അമലുക, തീർച്ചയായും താങ്കളുടെ സൽക്കർമ്മങ്ങൾ പോലും പരിപൂർണമായും ഫലം നശിക്കും. ലോകത്തിന്റെ രാജാവായ മുഹമ്മദ് നബിയോടാണ്, അഷ്റഫുൽ ബഷർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പടച്ചവൻ പറയുന്നത്. ഏഴാമതായി നമ്മുടെ ലക്ഷ്യം നഷ്ടപ്പെടുകയാണ്. അതോടുകൂടി നമ്മുടെ എല്ലാ സന്ധിബന്ധങ്ങളും തകർന്ന് തരിപ്പണമായി നമ്മൾ അലക്ഷ്യമായി അലയും. സൂറത്തു ഹജ്ജ് 22-31 31-ാമത്തെ വാചനത്തിൽ പറയുന്നു, ശിർക്ക് ചെയ്യുന്നവൻ ആകാശത്ത് വീണവനെ പോലെയാണ്. പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ അവനെ കാറ്റെടുത്തു കൊണ്ടുപോകുന്നു. ഫി മക്കാനിൻ സഹീഖ്, ആഴമേറിയൊരു ഗർത്തത്തിലേക്ക്. നോക്കൂ, ആകാശത്ത് നിന്ന് വിട്ടും ചെയ്തു, ഭൂമിയിലേക്ക് എത്തിയതുമില്ല. ആകാശത്ത് നിന്ന് വിട്ടു, ഭൂമിയിലേക്ക് എത്തിയതുമില്ല. കാരണം അവലംബം. 2-ാം അധ്യായം സൂറത്ത് ബഖറ 256. അന്യദൈവങ്ങളെ വെടിഞ്ഞ് പടച്ചവനിൽ വിശ്വാസമർപ്പിച്ചാൽ അവൻ ഏറ്റവും വ്യക്തമായ പാശമാണ് മുറുകെ പിടിച്ചത്. 8-ാമതായി ശിർക്ക് ചെയ്യുവാൻ തെളിവില്ല. പടച്ചവനെ ആരാധിക്കണമെന്ന് പറഞ്ഞത് പടച്ചവനാണ്. പടച്ചവനെ ആരാധിക്കണമെന്ന് പറഞ്ഞത് പ്രവാചകന്മാരാണ്. പടച്ചവനെ ആരാധിക്കണമെന്ന് പറഞ്ഞത് എല്ലാ വിശ്വാസികളുമാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. പടച്ചവനല്ലാത്തവരെ ആരാധിക്കുവാൻ, അവനല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ പടച്ചവൻ പറഞ്ഞിട്ടില്ല, പ്രവാചകന്മാര് പറഞ്ഞിട്ടില്ല, സഹാബിമാര് പറഞ്ഞിട്ടില്ല. തെളിവില്ല. സൂറത്ത് മുഅ്മിനൂൻ 23-117. ലാ ബുർഹാന ലഹു, ഒരു തെളിവുമില്ല, ഒരു തെളിവുമില്ല. ഖുർആനിൽ 163 പ്രാർത്ഥനകളുണ്ട്. അതിൽ അള്ളാഹുവോടുള്ള പ്രാർത്ഥന 163 ഉണ്ട്. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയോ പറയൂ, 0. ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ, യുദ്ധത്തിലും സന്ധിയിലും സമാധാനത്തിലും കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ഇടപെടലിലും നടത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും ആവശ്യമായ ദിക്റുകൾ, ദുആകൾ, പ്രാർത്ഥനകൾ, പ്രകീർത്തനങ്ങളുണ്ട്. എല്ലാം പടച്ചവനോട് മാത്രമാണ്. അല്ലാഹുവല്ലാത്ത ആരോടുമുള്ള ഒരു പ്രാർത്ഥനയും ഇല്ല. 9, അവർക്ക് ആരെയും സഹായിക്കാൻ സാധ്യമല്ല. 791. അവർക്ക് അവരെ സഹായിക്കാൻ സാധ്യമല്ല. 791. ലാ യസ്തതിഊന നസ്റക്കും വലാ ഹും വലാ അൻഫുസുഹും യൻസുറൂൻ, സഹായിക്കുകയില്ല. 11-ാമത്തേത്, അവർ നിങ്ങളെപ്പോലുള്ള അടിമകളാണ്. 794. ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലുള്ള മനുഷ്യർ തന്നെയാണ്, സൃഷ്ടികൾ തന്നെയാണ്. അല്ലേ, സൃഷ്ടാവ് ഒന്ന് മാത്രമേ ഉള്ളൂ, പരിപാലകൻ ഒന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കണം. ഈ ആശയം ലോകത്തുള്ള എല്ലാ ബഹുദൈവ വിശ്വാസികളും ഉൾക്കൊള്ളുന്നുണ്ട്. മക്കയിലെ അബൂജഹലിന്റെ തെൽബിയത്ത് അല്ലേ, ലബൈക അല്ലാഹുമ്മ ലബൈക ലബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ ഹജ്ജിന് വരുന്നു. നീ ഏകനാണ്, നിനക്ക് പങ്കുകാരില്ല, ഒരു തരം പങ്കാളി ഒഴികെ. അവൻ നിന്റേതാണ്, അവന്റെ പരമാധികാരി നീയാണ്. അവൻ എന്തൊക്കെ കഴിവുണ്ടോ അതെല്ലാം നിന്റേതാണ്. അപ്പോ അള്ളാഹുവാണ് പരമാധികാരി എന്ന് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്നാണ് മക്കയിലെ മനുഷ്യർ വിശ്വസിച്ചിരുന്നത്. അവരോടാണ് മുഹമ്മദ് നബി പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. എന്താണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാനുള്ള കാരണമായി പറഞ്ഞത്? ഒന്ന് പടച്ചവൻ പഠിപ്പിക്കുന്നു അക്കാര്യം പടച്ചവനോട് അടുക്കാൻ വേണ്ടിയാണ്. 39:3 ലിയുഖർരിബൂന, അടുപ്പിക്കാൻ വേണ്ടിയാണ്. അതിന് പടച്ചവന്റെ മറുപടി, ഞാനാണ് അടുത്തവൻ, എന്നെക്കാൾ അടുത്തവൻ ആരുമില്ല. അകലെ കിടക്കുന്ന ബഗ്ദാദിലോ ഗുരുവായൂരിലോ ശബരിമലയിലോ അല്ലെങ്കിൽ അയോധ്യയിലോ ജെറൂസലമിലോ ഉള്ള ഒരാളെ വേണോ നമ്മുടെ ഖണ്ഡനാളിയേക്കാൾ അടുത്തുള്ള ഒരാളുമായി നമ്മളെ അടുപ്പിക്കുവാൻ? വേണ്ട. രണ്ടാമതായി ശുപാർശ ചെയ്യാനാണ് എന്ന് പഠിപ്പിക്കുന്നു. 10:18 ശുപാർശ ചെയ്യാൻ. അത് 2:255 പറഞ്ഞു, മൻദല്ലദി യശ്ഫഉ ഇൻദഹു, ആരാണ് പടച്ചവന്റെ അടുക്കൽ ശുപാർശ ചെയ്യിക്കുവാൻ? അല്ലേ, ബദറിൽ പങ്കെടുക്കാൻ പോകുന്ന അബൂജഹലിന്റെ പ്രാർത്ഥന ഹാക്കിം 2-ാം വാള്യം 328-ാമത്തെ പേജിൽ കാണാം. പടച്ചവനെ ഞങ്ങളോട് ഏറ്റവും
ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ മുറിക്കുന്ന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കുടുംബബന്ധം മുറിക്കുന്ന ആളാരാണോ, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആശയം കൊണ്ടുവന്നവൻ ആരോ, അവനെ നീ നാളെ നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ബദറിലേക്ക് പുറപ്പെടുമ്പോൾ. അല്ലേ? സൂറത്തു അൻഫാലിലെ 32-ാമത്തെ വചനം 8, സൂറത്ത് അൻഫാലിലെ 32-ാമത്തെ ആയത്തിൽ മക്കയിലെ മുശ്രിക്കുകളുടെ പ്രാർത്ഥന പഠിപ്പിക്കുന്നു. അല്ലാഹുമ്മ, അല്ലാഹുവേ. എന്നിട്ട് അവരിൽ പോലും ഈ പങ്കുചേർക്കലുണ്ടായി. അവർക്കിടയിലേക്കാണ് പ്രവാചകൻ മുഹമ്മദ് നബി ലോകത്തിന്റെ മുഴുവൻ പ്രവാചകനായി വന്നത്. അതുകൊണ്ട് പടച്ചവനല്ലാത്തവരുടെ ആരാധന, അർച്ചന, നേർച്ച, വഴിപാടുകൾ എല്ലാം അവസാനിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും പടച്ചവങ്കിലേക്ക് തിരിയണം. ശിർക്കിൽ നിന്ന് തൗബ ചെയ്യണം. എങ്കിൽ എല്ലാ പാപങ്ങളും അവൻ പുറത്തു കൊടുക്കാൻ സാധ്യതയുണ്ട്. ഈ മഹിതമായ സന്ദേശവുമായി നമ്മൾ നമ്മുടെ വീടുകളിലേക്ക്, ക്യാമ്പസുകളിലേക്ക്, കടകളിലേക്ക്, കമ്പോളങ്ങളിലേക്ക് ഇറങ്ങണം. സ്നേഹത്തോടെ അവരോട് പറയണം മധുരഭദ്രമായ ഈ ആശയം. ഈ ആശയത്തിൻ്റെ പ്രഖ്യാപിതമായ ഉദാഹരണമാണ് മദീനയിൽ. കോടിക്കണക്കിന് ആളുകൾ അവിടെ വന്നു പോകുന്നു, കോടിക്കണക്കിന് മുതലാളിമാർ അവിടെ വന്നു പോകുന്നു. 14 നൂറ്റാണ്ടായി ഒരു ചില്ലിക്കാശ് പോലും അവിടെ വീണിട്ടില്ല. ഒരു ലിറയോ യൂറോയോ പൗണ്ടോ ദിർഹമോ ദീനാറോ റിയാലോ ഡോളറോ അവിടെ വീണിട്ടില്ല. കാരണം അതാണ് ഏകദൈവ വിശ്വാസം. മഹാനായ മുഹമ്മദ് നബിയുടെ മയ്യത്ത് അവിടെയുണ്ട്. ലക്ഷക്കണക്കിന് സഹാബിമാരുടെ കബറിടങ്ങളുണ്ട്. കെട്ടിപ്പൊക്കിയിട്ടില്ല, വിളക്ക് തെത്തിച്ചിട്ടില്ല, മെഴുകുതിരിയില്ല, ചന്ദനത്തിരിയില്ല, ആനയില്ല, ചെണ്ടയില്ല, കൊട്ടില്ല. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് അവസാനിപ്പിക്കാം. 39-36 സൂറത്ത് സുമർ 36-ാമത്തെ ആയത്തിൽ പടച്ചവൻ നമ്മളോട് ചോദിക്കുന്നു, അലൈസല്ലാഹു ബികഫിൻ അബ്ദഹു. അടിമക്ക് അല്ലാഹു പോരെ? പറയൂ, ഹസ്ബി അല്ലാഹ്, എനിക്കല്ലാഹു മതി. പറയൂ, ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ലാഹു മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ നിന്നെ മനസ്സിലാക്കാൻ, ഇനിയും നിന്നോട് അടുക്കുവാൻ, ആരാധനകളും അനുഷ്ഠാനങ്ങളും കൂടുതൽ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണേ. കൂടുതൽ ആരാധനകളും അനുഷ്ഠാനങ്ങളും നിർവഹിച്ച് മഹാനായ മുഹമ്മദ് നബിയുടെ കൂടെ സ്വർഗത്തിൽ കഴിയുവാൻ അല്ലാഹുവെ അനുഗ്രഹിക്കുമാറാകണേ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് രോഗശമനം നൽകണേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തവർ എല്ലാവരെയും ഇരുലോകത്ത് നീ അനുഗ്രഹിക്കുമാറാകണേ. നാഥ, പടച്ചവനെ ഞങ്ങളുടെ ഈ പാവപ്പെട്ട നാവിലൂടെ നിന്റെ സന്ദേശം ലോകത്തുള്ള എല്ലാവർക്കും എത്തിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് അല്ലാഹുവേ മക്കളെ കൊടുക്കുമാറാകണേ. സ്ത്രീധനം, പലിശ, കൈക്കൂലി എന്നിവ നിഷിദ്ധങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുത്തുമാറാകണേ. നാഥ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.